ഒരു ജോലി കിട്ടി ജീവിക്കാൻ പോയതാ അമ്മു. ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അവള് പോയത്. നീ കാണുന്ന കണ്ണിൽ അവള് നിന്നെ കാണുന്നില്ലെന്ന് എന്റെ മോളൊന്ന് മനസ്സിലാക്ക്. അവൾ എവിടേക്കാണോ പോയത് അവിടേക്ക് പോകാൻ നീ അവളെ അനുവദിക്കേ. അവളെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്ക് ശ്രീകുട്ടി. അങ്ങനെ ജീവിക്കാൻ അവൾക്ക് എന്തേലും ഉദ്ദേശം കാണും. കൂട്ടിലടച്ച് കിളിയെപ്പോലെ കിടക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ലേ? ദേ, അമ്മു എവിടെയുണ്ടെന്ന് ശ്രീകുട്ടി നിനക്ക് അറിഞ്ഞാ പോരെ? പോരാ, ഞാനുള്ളത് എവിടെയാണോ അവിടെ എന്റെ അനിയത്തി ഉണ്ടാവണം. പിന്നെ നീ സച്ചിയുമായിട്ടുള്ള കല്യാണത്തിന് അവളെ നിർബന്ധിച്ചതോ? എന്താ അവള് നിന്നെ വിട്ടു പോവില്ലേ? കാണാമറിയത്ത് തേയിലത്തോട്ടത്തില് കൊളുന്തുനുള്ളി ജീവിക്കേണ്ട വിധി അവൾക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കങ്ങനൊരു വിധി വരാൻ അമ്മ ആഗ്രഹിക്കോ? അതുപോലെ തന്നെയാ എനിക്ക് എന്റെ അനിയത്തി. അവൾക്കൊരു നല്ല കുടുംബജീവിതം കിട്ടുന്നത് വരെ അമ്മനെ ഞാൻ സംരക്ഷിക്കും. എനിക്ക് ഒന്നല്ല 2 പെൺമക്കളുണ്ടെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് അച്ഛനുണ്ടായല്ലോ. ഞാനും അച്ഛനും അവൾ അങ്ങനെ കാണുമ്പോ എന്തേ അമ്മയ്ക്ക് അങ്ങനെ കാണാൻ കഴിയാതെ പോകുന്നത്? എന്ത് നഷ്ടമാണമ്മേ അമ്മ എന്റെ കൂടെ നിൽക്കുമ്പോ അമ്മയ്ക്ക് സംഭവിക്കുന്നത്? എനിക്ക് അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നാണോ? ഒരു മകൾക്ക് എന്നും അമ്മ അമ്മ തന്നെയാണ്. അമ്മയ്ക്കും മകൾക്കും ഇടയില് മറ്റാർക്കും സ്ഥാനമില്ല. ഞാൻ എന്തെങ്കിലും മുഷിഞ്ഞ് അമ്മയോട് പറഞ്ഞു പോകുന്നത് അമ്മയോട് സ്നേഹം ഇല്ലഞ്ഞിട്ടല്ല, ഇഷ്ടമില്ലാത്തവരോടുള്ള അമ്മയുടെ നിലപാട് കണ്ടിട്ടാ. അമ്മയ്ക്ക് കൂടി അമ്മൂനെ അംഗീകരിക്കാൻ കഴിഞ്ഞ നമ്മുടെ ജീവിതം എത്ര സന്തോഷായേനെ. മോളെ, നീ കണ്ടതിനേക്കാളും ലോകം കണ്ടവളാ ഞാൻ. ആ പെണ്ണ് നിനക്കൊരു തീരാവേദന ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞത് സത്യമായി തീരുന്ന ഒരു ദിവസം ഉണ്ടാകും. ഈ അമ്മയുടെ നെഞ്ചിൽ വീണ് നീ അവളെ ശപിച്ച് തലതല്ലി കരയും. അങ്ങനെ സംഭവിക്കരുതെന്ന് കരുതിയ ഞാനിതെല്ലാം പറയുന്നത്. ശ്രീകുട്ടി, അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ. നിന്റെ കണ്ണു നിറഞ്ഞ അമ്മയ്ക്കത് സഹിക്കാനാവില്ല. അമ്മ കാരണം ഞാൻ എന്തനുഭവിച്ചാലും എനിക്കതിൽ സന്തോഷമേ ഉണ്ടാവൂ. ശുഭശാരികേ നറുഭാഗ്യ താരാംഗനേ നീലിമേ നീല പോലെ നീ തഴുകീണമീ നാടിനെ ചെമ്മാനച്ചേലാണെന്നേ മഞ്ചാടി പെണ്ണാളിൽ സന്തോഷത്തീരം കണ്ടേ കൊഞ്ചും നിരണ്ടേ മുത്തശ്ശ, മുത്തശ്ശ, ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. എനിക്ക് വിശ്വസിക്കാവോ? ചായ വാങ്ങു മുത്തശ്ശ. മുത്തശ്ശന്റെ കൊച്ചുമകള് തന്നെയാ മുന്നിൽ നിൽക്കുന്നെ. അതെ.
നിന്റെ മുഖം കണ്ടാൽ അറിയാം ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന്. ആ, ചെറുപ്പം മുതലേ നീ ഇങ്ങനെയാ. പറ്റാത്ത കാര്യങ്ങളൊക്കെ കയറി ഏറ്റോളും. എന്നിട്ടത് ചെയ്യാൻ കഴിയാതെ നീ നാണം കെടുകയും ചെയ്യും. അതെ, എനിക്കെതിരെ പുതിയതായിട്ടൊന്നും തോന്നുന്നില്ല. ഞാനിത് കേട്ടേ പറ്റൂ. ഇനി അമ്മുന്റെ കാര്യത്തിലേ നീ ഒന്നും ചെയ്യണ്ട. അവക്കെതിരെ എന്ത് ചെയ്താലും ആ പെണ്ണിന്റെ കരുത്ത് കൂടി വരികയുള്ളൂ. പറഞ്ഞു നാവെടുത്തില്ല, ദേ താലവും പിടിച്ച് വരുന്നുണ്ട്. വാടി ഇവിടെ. സഞ്ജു നിന്നെ എവിടുന്നാടി കണ്ടുപിടിച്ചേ? അത് ചേച്ചി എല്ലാരോടുമായിട്ട് പറഞ്ഞതാണല്ലോ. പിന്നെന്താ കവിത ചേച്ചിക്ക് വീണ്ടും ഒരു സംശയം? ശ്രീകുട്ടി അല്ലല്ലോടി നിന്നെ കണ്ടുപിടിച്ചത്, സഞ്ജു അല്ലേ? അവൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞുമില്ല. അത് എന്റെ കുറ്റാണോ ചേച്ചിയുടെ അമ്മേ? എന്തോ നിനക്ക് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയണം. നിങ്ങൾ അറിയാത്തതായി അതുകൂടി ഉള്ളൂന്ന് എനിക്കറിയാം. ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം. ഒരിക്കലും ഉയർന്നു വരില്ല എന്ന് നിങ്ങൾ കരുതിയ ഞാൻ തിരിച്ചു വന്നപ്പോ നിങ്ങൾ വല്ലാതെ ഞെട്ടിപ്പോയല്ലേ? കേറി അങ്ങ് വളർന്നു പോയെന്ന് കരുതിയോ? പേടിക്കണ്ട, ഇതും ഞാൻ ആരോടും പറയില്ല. എനിക്ക് നിങ്ങളുടെ താഴെ നിന്നാ മതി. നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ മോൾ എങ്ങനെയാണ് നിനക്ക് ചേച്ചിയാവുന്നത്? അത് ചേച്ചിനെ അനിയത്തിയായി കാണുന്നത് കൊണ്ട്. ഇനി ഞാൻ പറയുന്നത് സത്യം. ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഞാൻ പോയത്. ഞാൻ മടങ്ങി വന്നില്ലെങ്കിൽ ചേച്ചിയുടെ കല്യാണം നടക്കില്ല എന്നറിഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വന്നത്. വലിയച്ചു കേട്ടല്ലോ, ശ്രീകുട്ടിയുടെ സഞ്ജുവിന്റെ കല്യാണം നടക്കാൻ പോകുന്നത് ഇവളുടെ ഔദാര്യം കൊണ്ടാണെന്ന്. കാര്യങ്ങൾ അത്രത്തോളം ആയോ? അതിന്റെ പേരിൽ നിനക്കിവിടെ പിടിമുറുക്കാമെന്ന് നീ കരുതണ്ട. എന്റെ മോള് സ്നേഹിക്കുന്നതേ അവളുടെ മുറച്ചെറുക്കനെയാ. അവൻ അവൾക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുക. നീ ഇല്ലാന്ന് കരുതി എത്ര കാലം ശ്രീകുട്ടി സഞ്ജുനെ വേണ്ടാന്ന് വെക്കും? അവളെ സ്വീകരിക്കാൻ വരുന്നത് അന്യനായൊരു പയ്യനാണെങ്കിൽ ഞാൻ പേടിച്ചു നിൽക്കും. അവളങ്ങനെ പെറ്റമ്മയെ തളർത്തിയിട്ടും കാഞ്ചന കുലുങ്ങാത്തതേ എന്റെ മോൾക്ക് കൂട്ടായി എന്നും സഞ്ജു ഉണ്ടാവുമെന്ന് കരുതി തന്നെയാ. ഈ കാഞ്ചനയുടെ അടുത്ത് നിന്റെ പരിപ്പ് വേവത്തില്ലടി. എന്റെ മോൾക്കൊരു ജീവിതം ദാനം ചെയ്യാൻ നീ ആരാടി? എന്ത് കണ്ടിട്ടാടി നിനക്ക് നെകളിപ്പ്? നിന്നെ ഈ ഭൂമിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ച പിന്നെ നീ ഉണ്ടാവില്ലടി. എന്തുകൊണ്ടാ ഞാനത് ചെയ്യാത്തതെന്ന് വെച്ച എനിക്ക് നീയേ ഒരു പുഴു മാത്രമാണടി. എന്റെ കാൽ കീഴിലെ നീ ഞെരിഞ്ഞമർന്നാൽ പോലും ആരും അതറിയില്ല. ഇത്രയും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിട്ടും ഞാൻ എങ്ങനെയാ ചേച്ചിയുടെ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്? എന്നോട് ശബ്ദിച്ചു തുടങ്ങിയോ നീ? ചേച്ചിയുടെ അമ്മയാണെന്നുള്ള ബഹുമാനം കൊണ്ടാ ഇന്ന് വരെ എതിർത്തൊരു വാക്ക് ഞാൻ പറയാതിരുന്നത്. അതല്ലാതെ നിങ്ങളെ ഒന്നും പേടിച്ചിട്ടാണെന്ന് തോന്നല്ലോ. വലിയച്ചി, ഇവൾക്ക് വന്ന മാറ്റം കണ്ടോ? എന്നാലേ നീ ഒന്ന് ശബ്ദിച്ചു നോക്ക്. എന്റെ വേദന കണ്ട് എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ ലക്ഷ്മി ദേവി പോലും ദുർഗയായിട്ടുള്ള കഥ. നിന്നെ കാൽക്കലിട്ട് ചവിട്ടി അരയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ദുർഗയായിട്ട് അവതരിക്കണമെന്ന്. ജീവിതത്തിൽ ഞാൻ അങ്ങനെ നിന്ന നിമിഷങ്ങളും ഉണ്ട്. ചേച്ചിയുടെ അമ്മ പറഞ്ഞില്ലേ, ഒരു പുഴുവിനെ പോലെ തീർത്തു കളയാൻ മാത്രമേ ഞാൻ ഉള്ളൂ എന്ന്. ചേച്ചിയുടെ അമ്മ അതിന് ശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷേ പലവട്ടം അതിന് ശ്രമിച്ചവരോട്
ചേച്ചിയുടെ അമ്മ ചോദിച്ചാ അതിനുള്ള ഉത്തരം കിട്ടും. എന്റെ അമ്മ പെരുവണ്ണാപുരത്ത് അമ്മയാ. വീഴുന്ന കുഞ്ഞിനെ ഒരമ്മ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത് പോലെ ഏത് കുഴിയിലേക്കുള്ള വീഴ്ചയിലും എന്നെ താങ്ങാൻ എന്റെ അമ്മയുടെ കരങ്ങളുണ്ടാവും. ഞാൻ എങ്ങനെ തിരിച്ചു വന്നു എന്നതിന് ഇപ്പൊ ഉത്തരം കിട്ടിയല്ലോ. ഞാനില്ലാതാവണമെങ്കിൽ ദൈവം എന്നിൽ അർപ്പിച്ച കർമ്മം കഴിയണം. എന്റെ ജീവന് വേണ്ടി കൊതിക്കുന്നവര് അത്രയും കാലം കാത്തിരുന്നേ പറ്റൂ. അവൾ എന്താടി പറഞ്ഞത്? അവക്ക് എന്തൊക്കെയോ മനസ്സിലായിന്നല്ലേ? അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കില്ല. കാരണം അവൾക്കെതിരെ നിൽക്കുന്നത് കവിതയാണ്. അമ്മേ, ദാ ചായ. അവൻ നേരത്തെ എണീറ്റോ? നന്നായി ഉറങ്ങി മോളെ. വാ, എല്ലാം ഇപ്പോ പതിവ് പോലെ ആയി അല്ലേ മോളെ? ഒരു മഴയും കൊടുങ്കാറ്റുള്ള രാത്രി കഴിഞ്ഞ് നേരം പുലർന്നതുപോലെയാ എനിക്ക് തോന്നുന്നത്. അമ്മ ചായ കുടിക്കേ? അല്ല, അച്ഛനും അമ്മയ്ക്കും ചായ കൊടുത്തോ? കൊടുത്തു. ഇതാർക്കാ മോളെ? ശ്രീകുട്ടിക്കാണോ? അതെ അമ്മേ. ചേച്ചി ഇപ്പോഴും ഒന്നും എണീക്കില്ല. ഇന്നലെ രാത്രി എന്റെ മുറിയിലാ ഉറങ്ങിയത്. വെളുക്കുവോളം സംസാരായിരുന്നു. അവൾ ഉറങ്ങട്ടെ. മോൾ ഇത് സഞ്ജുവിന് കൊണ്ടു കൊടുക്ക. അവന് എണീറ്റിട്ടുണ്ട്. രാവിലെ എന്നെ വന്നുണർത്തിയത് അവന്. പാവം കുട്ടി, എത്ര ദിവസമായി അവൻ നിന്നെ തേടി അലയാണെന്നോ. ചെല്ലുമോളെ. ചായ. രാജുവിടെ? രാജുവിനെ രാവിലെ കണ്ടില്ല. നീ അകത്തേക്ക് വാ. ചായ. നീ മടങ്ങി വന്നതോടെ ഈ വീട് പഴയ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വന്നു എന്നാ എല്ലാവരും പറയുന്നത്. നിനക്കത് ബോധ്യമായില്ലേ? ആരെയും വേദനിപ്പിക്കാതെ നിനക്ക് ഇവിടുന്ന് പോകാൻ ഒരു സമയം വരും. അതുവരെ നീയും ഞാനും കാത്തിരുന്നേ പറ്റൂ. ഞാൻ മനസ്സിലാക്കിയ സത്യമായി പറയുന്ന നിങ്ങളുടെയും ചേച്ചിയുടെയും വിവാഹമാണ് ഞാൻ കാണുന്ന ആ സമയം. ഇനിയും വൈകാതെ നിങ്ങൾ അതിന് തയ്യാറാവണം. ഇത് പുറത്തു നടേണ്ട ചെടിയല്ലേ? ഇതെന്തിനാ ഇവിടെ വെച്ചേ? ഈ ചെടിക്ക് ഒരു കഥയുണ്ട്. നിന്നെ തിരഞ്ഞെടുക്കുന്നതിനിടയില് അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു അഡ്വക്കേറ്റിനെ കാണാനിടയായി. പിടിച്ച പിടിയാലെ അദ്ദേഹം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സംസാരം കഴിഞ്ഞിറങ്ങാൻ നേരം അദ്ദേഹം എനിക്ക് സമ്മാനിച്ചതാ ഈ ചെടി. ആ മാനസികാവസ്ഥയില് ഞാനിത് കൂടെ കൊണ്ടുവന്നതിനൊരു കാരണമുണ്ട്. പണ്ട് ഞങ്ങൾക്ക് ഹൈറേഞ്ചിൽ കുറച്ച് തോട്ടം ഉണ്ടായിരുന്നു. അവിടുന്ന് എന്റെ അച്ഛൻ വക്കീലിന് സമ്മാനിച്ച ചെടിയാണത്രേ ഇത്. ഇപ്പോഴും വക്കീലിന്റെയും മക്കളുടെയും വീട്ടില് ഈ ചെടി വളരുന്നുണ്ട്. അച്ഛന്റെ ഓർമ്മയ്ക്ക്
അച്ഛനെ അടുത്തറിയുന്ന ഒരാൾ സമ്മാനിച്ചത്. ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. കൂടെ കൊണ്ടുപോന്നു. ഇത് വാടിപ്പോയല്ലോ. ഇവിടെ കൊണ്ടുവച്ചെന്റെ അന്ന് രാത്രിയില്ല അമ്മയുടെ രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. സത്യത്തിൽ ഇത് ഇവിടെ ഇരുന്നിട്ടും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സ്വാതിയും പലതവണ ഇവിടെ വന്നതാ, അവളും ശ്രദ്ധിച്ചില്ല. ഞാനിത് ടെറസിൽ കൊണ്ടുപോയി നട്ടോട്ടെ. അവിടെ ഒഴിഞ്ഞ ചെടിച്ചട്ടിയുണ്ട്. നീ വരാൻ വേണ്ടിയാവും ഈ ചെടി ഇവിടെ കാത്തിരുന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഉണങ്ങിപ്പോവായിരുന്നു. കൊണ്ടുപോയി നട്ടുള്ളൂ. അച്ഛന്റെ ഓർമ്മയ്ക്കായി എനിക്കും കാണാലോ. നിന്റെ കൈകൊണ്ട് നട്ടാ വേഗം പൂവിടും. അല്ല, നീ എന്താ മോളെ ഇവിടെ ചെയ്യുന്നേ? അമ്മ എന്തിനാ പടികളിൽ കയറി ഇവിടേക്ക് വന്നത്? ഞാനൊന്ന് പുറത്തു വന്നപ്പോ മോള് ടെറസിലേക്ക് പോകുന്നത് കണ്ടു. അതാ അമ്മ ഇങ്ങോട്ട് വന്നത്. രാവിലെ ചെടി നടാനുള്ള തയ്യാറെടുപ്പാണോ? ഇത് ഡാലിയാണല്ലോ, കൊള്ളാലോ. അല്ല, മോൾക്ക് ഇത് എവിടുന്ന് കിട്ടി? ഇന്നലെ വന്നപ്പോ കൂടെ കൊണ്ടുവന്നാണോ? അല്ലമ്മേ, അമ്മയുടെ മോന് ചായ കൊടുക്കാൻ പോയപ്പോ അവിടെ റൂമിലിരുന്നതാ. സഞ്ജുവിന്റെ റൂമിലോ? അതെ. ഈ ചെടിക്കൊരു കഥയുണ്ടെന്ന് അമ്മയുടെ മോൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛൻ കൂട്ടുകാരനായ ഒരു വക്കീലിന് ഇതുപോലൊരു ചെടി സമ്മാനിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ശർമ്മജിയുടെ കാര്യമാണോ? അതെനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ആ വക്കീലിന്റെ വീട്ടിൽ പോയപ്പോ പഴയ കഥ പറഞ്ഞ് വക്കീൽ ഈ ചെടി കൊടുത്തു. ആ വീട്ടിൽ ഇപ്പോഴും ഈ ചെടി വളരുന്നുണ്ടെന്നും പറഞ്ഞു. വെള്ളമൊഴിക്കാതെ ചെടി വാടി തുടങ്ങിയിട്ടുണ്ട്. റൂമിൽ കൊണ്ടുവച്ച കാര്യമൊക്കെ ആള് മറന്നു. ഞാനിത് ചെടിച്ചട്ടിയിൽ നടത്തിയെന്ന് ചോദിച്ചപ്പോ സമ്മതം പറഞ്ഞു. എല്ലാം ഇന്നലത്തതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്. മുകുന്ദേട്ടന്റെ ആണ്ടുബലി അടുക്കുമ്പോ തന്നെ ഇതൊരു വെളിപ്പാടായിട്ട് എനിക്ക് തോന്നുന്നത്. സുഖമില്ലെങ്കിലും അമ്മ വന്നത് നന്നായി. അമ്മയെ ചെടി നട്ടേന്നറിഞ്ഞ മോന് ഒരുപാട് സന്തോഷാവും. അല്ല, ഇതെന്താ താഴെ മുറ്റത്ത് നടാതെ ടെറസിൽ കൊണ്ടുവന്ന്? അദ്ദേഹം മിക്കപ്പോഴും ടെറസിൽ വന്നിരിക്കാറുണ്ട്. അപ്പോഴൊക്കെ അച്ഛന്റെ ഓർമ്മയായി ഈ ചെടി കാണുമല്ലോ എന്ന് കരുതിട്ടാ. കുറച്ചു നാള് കഴിഞ്ഞാ ഇത് നിറയെ പൂക്കൾ വരും. അത് കാണുന്നത് സന്തോഷമുള്ള കാര്യല്ലേ അമ്മേ? എന്റെ മോന്റെ മനസ്സ് എത്ര കൃത്യമായി നീ മനസ്സിലാക്കി മോളെ. തിരക്കിനിടയിലും അച്ഛന്റെ പേര് പറഞ്ഞ് ഒരു ചെടി കൈ കിട്ടിയാ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരാളുടെ മനസ്സ് പെട്ടെന്ന് ഊഹിച്ചൂടെ? അമ്മ നട്ടോളൂ. മോള് തന്നെ നട്ടോ. നിന്റെ കൈകൊണ്ട് നടാന് ദൈവനിശ്ചയം. അല്ല, മുകളിലായ വെള്ളം ഒഴിക്കാൻ മറന്നാലോ മോളെ? അത് അമ്മ പേടിക്കണ്ട. 2 നേരവും ഞാൻ ഈ ചെടി നനച്ചോളാം. രാവിലെ അമ്മയ്ക്ക് ചായ തരുമ്പോ എന്റെ മനസ്സിൽ ഈ ചെടിയുടെ കാര്യം ഉണ്ടാവും. മുകുന്ദേട്ടന്റെ ബലികർമ്മം കൂടി ചെയ്യാൻ എന്റെ മോന്
ഒരു മനസ്സ് വന്നാൽ മതിയായിരുന്നു. ഒരു ചെടിയിൽ പോലും അച്ഛന്റെ ഓർമ്മകൾ നിലനിർത്താൻ ശ്രമിക്കുന്ന അമ്മയുടെ മോൻ അത് ചെയ്യും.